മുപ്പതെന്നോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي العربة من الرجال أو الطفل الذي لم يظهروا على عورات النساء غير أولي العربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. ഓക്കെ, എന്നാ വേഗം പറഞ്ഞോളി. കുല്ലിൽ മുഅ്മിനീന, ആദ്യത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഉറക്കട് പറഞ്ഞോളി. ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിയൂല. എന്താണ്? ലാമിൻ്റെ ശേഷം ലാമ് വന്നാൽ, ലാമിൻ്റെ ശേഷം ലാമ് ഹർക്കത്തുള്ള ലാമ് വന്നാൽ ഇവിടെ സുക്കൂനും പിന്നെ ഇവിടെ ഹർക്കത്തും അല്ലേ? അപ്പം എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ചെയ്യണം. പക്ഷെ എന്തില്ല? ഉന്നത്തില്ല. അതാണ് അവിടെ പറയേണ്ടത്. ഇദ്ഗാം ബില ഉന്ന, അതാണ് നിയമം. പിന്നെ അപ്പം എങ്ങനെ ഓതണം? കുല്ലിൽ മുഅ്മിനീന, കുൽ ലിൽ മുഅ്മിനീന എന്ന് ഓതണ്ട. കുല്ലിൽ മുഅ്മിനീന. പിന്നെ യഗുല്ലു, അവിടേക്ക് രണ്ട് നീട്ടിയാൽ മതി. മിൻ, ആ സാക്കിനായ നൂൻ എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? മിൻ അബ്സാരിഹിം, മിൻ അബ്സാരിഹിം. എന്ത് ചെയ്യണം? കത്തൻ്റെ അംസയാണ്, നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. ഹിം എന്നുള്ള സാക്കിനായ മീമിനെ വീണ്ടും ഇദ്ഹാർ ചെയ്യണം. പിന്നെ അബ്സാരിഹിം വയഹ്ഫളു, അവിടെ അബ്സാരിഹിം എന്ന് പറയാൻ പാടില്ല, റോങ് ആണ്. പിന്നെ വയഹ്ഫളു ഫുറൂജഹും, അവിടെ അതേപോലെ തന്നെ ആ മീമിനെ ഇദ്ഹാർ ചെയ്താൽ മതി. ദാലിക അസ്കാ ലഹും, ഉച്ചരിക്കണം. അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ലഹും എന്നുള്ളിടത്ത് അതിൻ്റെ മുകളിൽ എന്താ എഴുതിയിട്ടുള്ളത്? കൊല എന്ന് കാണാം അല്ലേ? കൊല എന്ന് പറഞ്ഞാൽ എന്താ? കൊല
ഇങ്ങനെ ഒരു ഇത് കാണാം. ഇങ്ങനെ കണ്ടില്ല നിങ്ങൾ? എന്താ അൽ വഖഫു ഔല എന്നാണ് അതിൻ്റെ അർത്ഥം. സ്റ്റോപ്പ് ചെയ്യലാണ് ഉത്തമം. അപ്പം എങ്ങനെ ഓതാം? ദാലിക അദ്കാ ലഹും, അവിടെ സ്റ്റോപ്പ് ചെയ്യുക, ബ്രേക്ക് കൊടുക്കുക. പിന്നെ ഇന്ന, ഈ കത്തിൻ്റെ അംസിയാണ്, നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. നൂനിന് എന്ത് ചെയ്യണം? ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. ഇന്നല്ലാഹ, അവിടെ അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലത്തിന് എന്ത് ചെയ്യണം? മുഫഹമായിട്ട് ഉച്ചരിക്കണം. ഇന്നല്ലാഹ, മുഫഹം പറഞ്ഞാൽ സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കുക. അല്ലാഹ എന്നല്ല, ബിസ്മില്ലാഹി എന്നല്ല നമ്മൾ ഓതൽ. അങ്ങനെ ഓതാൻ പാടില്ല. എന്ത് ചെയ്യണം? അല്ലാഹ എന്ന് ഓതണം എന്നർത്ഥം. അതാണ് മുഫഹം എന്ന് പറയുന്നത്. പിന്നെ ഖബീറും, ആ ലമ്മ് തൻവീൻ എന്ത് ചെയ്യണം? ശേഷം വരുന്ന എന്താ? തൻവീൻ്റെ ശേഷം ബാവ് വന്നാൽ നൂനിൻ്റെ ശേഷമോ തൻവീനിൻ്റെ ശേഷമോ ബ എന്ന അക്ഷരം വന്നാൽ എന്താ ചെയ്യേണ്ടിയ? ഇഖ്ലാബ് ചെയ്യണം. ഇഖ്ലാബ്. തൻവീനിൻ്റെ ശേഷമോ സാക്കിനായ നൂനിൻ്റെ ശേഷമോ ബ എന്ന അക്ഷരം വന്നാൽ ഇഖ്ലാബ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഓതണം? ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താ? നൂനിൻ്റെ ശബ്ദത്തെ എന്ന ശബ്ദമാക്കി മാറ്റും. അപ്പം എങ്ങനെ ഓതണം? ഖബീറും ബിമാ യസ്നഊൻ. നമ്മൾ ഇന്ന് എടുത്തു നോക്കാം, ബാക്കി നമുക്ക് അടുത്ത ഇതിലാക്കാം കേട്ടോ. അർത്ഥം പറഞ്ഞോളി. കുൽ, കുൽ എന്ന് പറഞ്ഞാൽ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. നബിയെ പറയുക. കുൽ യാ മുഹമ്മദ് എന്നാ, നബിയെ പറയുക. കുൽ, നീ പറയുക എന്നാണ് ഉദ്ദേശിക്കുന്നത് നബി. ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ ആളുകളോട് നബിയെ താങ്കൾ പറയുക. എന്താ പറയേണ്ടത്? യഗുല്ലു, വല്ലാ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം താഴ്ത്തുക എന്നാണ്. താഴ്ത്തുക, ഉദ്ദേശിക്കുന്നത് നിയന്ത്രിക്കുക. മിൻ അബ്സ്വാരിഹിം, സത്യവിശ്വാസികളുടെ കണ്ണുകളെ അവർ താഴ്ത്തട്ടെ അല്ലെങ്കിൽ നിയന്ത്രിക്കട്ടെ. വയഹ്ഫളു, അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ദാലിക, മേൽപ്പറഞ്ഞ ഈ കാര്യം. ഏത്? കണ്ണ് നിയന്ത്രിക്കുക എന്നുള്ളത്, ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുക എന്നുള്ളത് അസ്കാ ലഹും, അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് അതാണ്, മേൽപ്പറഞ്ഞ കാര്യമാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ബിമ, ഒരു കാര്യത്തെപ്പറ്റി. യസ്നഊൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതിനെപ്പറ്റിയൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. തീർച്ച. റിവേഴ്സ് എടുക്കുക. ഖുൽ, എന്താ അർത്ഥം? നബിയെ പറയുക, അല്ലേ? അതിലിപ്പോൾ പദത്തിൻ്റെ അർത്ഥം കിട്ടാത്തൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തിനാ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് സത്യവിശ്വാസികളോട് നബിയെ താങ്കൾ പറയണം എന്ന് പറയും? ഇതിപ്പോൾ സത്യവിശ്വാസികളെ നിങ്ങൾ കണ്ണ് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ പോരെ? യാ അയ്യുഹല്ലദീനാമനു, എന്ത് സുഖണ്ട്. യാ അയ്യുഹല്ലദീനാമനു, ഓ സത്യവിശ്വാസികളെ, വല്ലു അബ്സാറക്കും, നിങ്ങളെ പിന്നെ കണ്ണ് താഴ്ത്തെന്ന് പറയും. ഇത് അങ്ങനെ പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് യാ മുഹമ്മദ് ഖുൽ, സത്യവിശ്വാസികളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണം എന്നെന്തിനാ അല്ലാഹു തആല പറഞ്ഞു? ഒരു ചിന്ത അതെ. രണ്ടാമത്തെ ചിന്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് താഴ്ത്താൻ പറഞ്ഞിടത്ത് യഗുല്ലു മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ, അവിടെ ഒരു മിന്നുപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വയഹ്ഫദു എന്ന് പറഞ്ഞിടത്ത്
അവിടെ മിന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. മിന്നില്ലാതെ ഫുറൂജഹും വയഫദു ഫുറൂജഹും, അവിടെ മിന്നില്ല. ആദ്യത്തേൽ മിന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ മിന്നില്ലെങ്കിൽ തന്നെ അറബി ഭാഷയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ഇല്ല, ഇല്ല. വല്ലു അബ്സാറക്കും എന്ന് പറഞ്ഞാൽ മതി. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ എന്ത് കാണാം നിങ്ങൾക്ക്? വല്ലു അബ്സാറക്കും എന്ന് പറയണ കാണാം. അപ്പോൾ ആ വല്ലു അബ്സാറക്കും എന്ന് പറയാതെ മിൻ അബ്സാരിഹിം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വിഷയം. മറ്റൊന്ന്, അല്ലാഹു തആല എന്തിനാണ് പിന്നെ ഈ കണ്ണ് നിയന്ത്രിക്കണതിനെ പറ്റി ഇവിടെ പറഞ്ഞോട്? ഇതുവരെ ഇവിടെ പറഞ്ഞപ്പോൾ എന്തേനും? അന്യ വീട്ടിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സമ്മതം ചോദിക്കണം, സലാം പറയണം. ഇങ്ങനെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകളും ഒക്കെയാണ് ഇങ്ങനെ വിവരിക്കണത്. അതും ഇതും എന്താ ബന്ധം? ബന്ധമുണ്ടോ? ഉണ്ടോ ഇല്ലേ? അതാണ് മറ്റൊരു ചിന്ത. അതോ ഈ ആയത്തും മറ്റേ ആയത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലേ? അതൊക്കെയാണ് നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കാനുള്ളത്. ഒന്ന്, ഈ ആയത്തും മറ്റേ ആയത്തുകളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഒന്ന്, വ്യഭിചാരത്തോടാണ് ആദ്യം ഈ സൂറത്തിൽ അല്ലാഹു തആല തുടങ്ങിയത്. എന്ത് കാര്യത്തെ പറ്റിയാ? വ്യഭിചാരത്തെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ടാണ്, അല്ലേ? വസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല ആയത്തെ തന്നെ തുടക്കത്തിൽ പറയുന്നത്. വ്യഭിചാരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ വ്യഭിചാരവുമായി കണ്ണ് നിയന്ത്രിക്കുന്നതിന് അഭേദ്യമായ ബന്ധമുണ്ട്. രണ്ട്, എന്നാൽ അത് അപ്പം പറഞ്ഞാൽ പോരേനെയോ? ഇത് കുറേ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നടുവ് കൊണ്ടുവന്ന് എന്തിനാ പറഞ്ഞത്? അതും ബന്ധമുണ്ട്. എന്താ ബന്ധം? ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടേതല്ലാത്ത അന്യ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കാണ്ട മര്യാദയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദയാണിത്. സമ്മതം ചോദിക്കണം എന്നുള്ളത്. രണ്ട്, സലാം പറയണം എന്നുള്ളത്. മൂന്നാമത്തെ ഒരു മര്യാദയും കൂടിയുണ്ട്. അതാണ് കണ്ണ് താഴ്ത്തണം എന്ന് പറയുന്നത്. ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? സ്വാഭാവികമായിട്ട് എല്ലായിടത്തും നമുക്ക് നോക്കാൻ പറ്റുമോ? അവിടെ അടുക്കളയിൽ അന്യസ്ത്രീ ഉണ്ടാവും, അല്ലെങ്കിൽ അതിലൂടെ നടന്നു പോണുണ്ടാവും, അല്ലേ? അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമ്മതം കിട്ടി, ഒക്കെ ശരി, ഞാൻ അവളോട് സലാം പറഞ്ഞു, അതും ശരി. എന്നാലും നിങ്ങൾ ഒരു അദബും കൂടി പാലിക്കണം. ഏതാണ് അദബ്? കണ്ണ് താഴ്ത്തുക, വല്ലുൽ ബസർ, കണ്ണ് നിയന്ത്രിക്കുക എന്നുള്ളതും സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ബാധ. അപ്പോൾ കണ്ടങ്ങൾ നമുക്ക് പിന്നെ ബാഹ്യമായി നോക്കുമ്പോൾ ഇതൊന്നും ഒരു ബന്ധമില്ലല്ലോ എന്ന് തോന്നിപ്പോവും. പക്ഷേ അഗാധമായ ബന്ധങ്ങളാണ് അത്. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഓരോ ആയത്തും തമ്മിൽ വലിയ കോർവകളാണ് ഉള്ളത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കിട്ടി, പിന്നെ സലാം പറഞ്ഞു. മൂന്നാമത്തെ പിന്നെ ഹുക്കുമായിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? സാന്ദർഭികമായി നോക്കുമ്പോൾ മൂന്നാമത്തെ ഒരു ഹുക്കുമാണ് ഇത്, കണ്ണ് താഴ്ത്തുക, കണ്ണ് നിയന്ത്രിക്കുക എന്നുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ആ അഹ്കാമുകളിൽപ്പെട്ട മൂന്നാമത്തെ ഹുക്കുമായിട്ടാണ് അത് എണ്ണുന്നത്. ഇനി പിന്നെ മൂന്നാമത്തെ ഒരു ഹുക്കുമല്ല, അതൊരു പൊതു നിയമമാണ്. ഒരു പൊതു നിയമമായിട്ടും നമുക്ക് കൂട്ടാം, ഇല്ലേ? മറ്റിടത്തെങ്കിലും ഹറാമായ സ്ഥലങ്ങളോ ഹറാമായ കാഴ്ചകളോ കാണുമ്പോൾ അവിടെ എന്ത് വേണം? കണ്ണ് താഴ്ത്തണം. അപ്പം അവിടേക്കും ഇത് ബാധകമാണ് എന്ന് ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി കുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തിനാണ് അത് പറയാൻ വേണ്ടി പറഞ്ഞത്? അതിലുള്ള ഹിക്മത്ത് എന്ന് പറയുന്നത്, സത്യവിശ്വാസികളായ ആളുകളുടെ സ്വഭാവം എന്താ? സത്യവിശ്വാസികളായ ആളുകളുടെ സ്വഭാവം, അള്ളാഹും അവൻ്റെ റസൂലും ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ പിന്നെ വിധിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ എന്ത് ചെയ്യില്ല? ആ കാര്യത്തിൽ ഒരു ഇജ്തിഹാദിന് പോവോ? ഇല്ല. അവർക്കൊരു സ്വന്തം അഭിപ്രായം ഉണ്ടാവില്ല. അത് സമഅന വ അതഅന എന്നതാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. അതാണല്ലോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ
അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അങ്ങനെ തന്നെ ആയത്ത്. സത്യവിശ്വാസിയോ സത്യവിശ്വാസിനിയായ ഒരാൾക്കും തന്നെ പാടില്ല അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിൽ സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ല. മറിച്ച് എന്ത് വേണം? അവിടെ സമേന വാതൈന, ആ കാര്യം വേഗം നടപ്പാക്കാനുള്ള ധൃതിയായിരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അപ്പോൾ വല്ലുൽ ബസർ, നിങ്ങൾ കണ്ണ് താഴ്ത്തണം എന്ന് പ്രവാചകൻ ആ സ്വഹാബത്തിനോട് പോയി പറയുമ്പോൾ അത് അപ്പടി സ്വീകരിക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? ആ സ്വഹാബത്തിനുണ്ട്, സത്യവിശ്വാസികളായ ആളുകൾക്കുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വഹ്യ് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ആ വിവരം സത്യവിശ്വാസികളെ അറിയിക്കുമ്പോൾ അതിലെന്തുണ്ട്? അതിൻ്റെ ആ ഒരു ഗൗരവം കൂടി അതിലുണ്ട്. അതുകൊണ്ടും അവരത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്നതാണ് കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം എന്ന് പറഞ്ഞതിലുള്ള യുക്തി. ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കും, കണ്ണ് മാത്രം നിയന്ത്രിച്ചാൽ മതിയോ? കണ്ണ് താഴ്ത്തുക എന്നല്ലേ, യഗ്ളൂ മിൻ അബ്സാരിഹിം എന്നല്ലേ? കണ്ണ് മാത്രം നിയന്ത്രിച്ചാൽ മതിയോ? മറ്റൊക്കെ നിയന്ത്രിക്കണ്ടേ? എന്തിനാ അപ്പം കണ്ണിനെ മാത്രം ഇവിടെ എടുത്ത് പറഞ്ഞ്? കാത് നിയന്ത്രിക്കണ്ടേ, കൈ നിയന്ത്രിക്കണ്ടേ, കാല് നിയന്ത്രിക്കണ്ടേ, മനസ്സ് നിയന്ത്രിക്കണ്ടേ? ഒക്കെ നിയന്ത്രിക്കണം. പക്ഷേ കണ്ണിനെ മാത്രം അല്ലാഹു തആല ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്താ? എന്തുകൊണ്ട്? യഗ്ളൂ മിൻ അബ്സാരിഹിം, ഇതിൻ്റെയൊക്കെ ഇവിടുത്തെ വിഷയം വ്യഭിചാരമായത് കൊണ്ട് ആ വ്യഭിചാരത്തിലേക്ക് ആദ്യം നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു കണ്ണിയാണ് ഇത്, കണ്ണ്, അല്ലേ? കണ്ണ്. അതുകൊണ്ട് തന്നെ ആ കണ്ണിനെ പറ്റി അല്ലാഹു തആല ഇവിടെ ആദ്യം എടുത്തു പറഞ്ഞു എന്നല്ല. എല്ലാം നിയന്ത്രിക്കണം, പക്ഷേ ആ കണ്ണ് നിയന്ത്രിച്ചാൽ ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്യും? മറ്റുള്ളതൊക്കെ നിയന്ത്രണ വിധേയമാകും എന്നുള്ളത് കൊണ്ടാണ് അത് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയാണ് വല്ലുൽ ബസർ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വല്ല എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എന്താ? വല്ല, നമ്മളെ ഈ രണ്ട് പോളല്ലേ, കണ്ണിന് രണ്ട് പോളല്ലേ? അത് ഒരു പോള താഴെ പോളമൊക്കെ എടുത്ത് താഴ്ത്തുക, അതിനാണ് വല്ല എന്ന് ഭാഷയിൽ പറയുന്നത് ഒരർത്ഥം. പിന്നെ നമ്മളിപ്പോൾ പൂർണ്ണമായി താത്താതെ താഴോട്ട് ഇങ്ങനെ നോക്കുക, ഭൂമിയിലേക്ക് നോക്കുക, മുന്നോട്ട് അങ്ങോട്ടല്ല, താഴോട്ട് ഇങ്ങനെ നോക്കുക, അതിനും എന്ത് പറയും? വല്ല എന്ന് പറയും. എന്നാൽ ചിലപ്പോൾ എൻ്റെ വലത് സൈഡിനാണ് എനിക്ക് നോക്കാൻ പറ്റാത്തുണ്ടാകുമ്പോൾ ഞാൻ ഇടത് ഭാഗത്തേക്ക് നോക്കുക, അതിനും എന്ത് പറയും? വല്ല. ഈ അർത്ഥങ്ങളൊക്കെ ഇതിനെ വിശദീകരിച്ചപ്പോൾ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇത്, കണ്ണ് നിയന്ത്രിക്കുക, അല്ലേ? കണ്ണ് നിയന്ത്രിക്കുക. എങ്ങനെ നിയന്ത്രിക്കാം? എവിടെയാണോ എനിക്ക് നോക്കാൻ പാടില്ലാത്ത ഭാഗമുള്ളത് അവിടെ എൻ്റെ കണ്ണ് നിയന്ത്രിക്കുക എന്നതിനാണ് യഗ്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മിൻ, എന്താ ഈ മിന്നിൻ്റെ അർത്ഥം? മിന്നിൻ്റെ അർത്ഥം എന്തൊക്കെ? അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് എന്ത്? അറബി ഭാഷയുടെ പ്രത്യേകതയാണ് എന്ത്? മിൻ, ബി, ഇതിനൊക്കെ എന്താ നിങ്ങൾ പറയല്? പ്രിപ്പോസിഷൻ. പിന്നെ ഓരോ അക്ഷരങ്ങളില്ലേ, ഹർഫുകളില്ലേ, അതൊരു പദത്തിനോട് കൂടിച്ചേരുമ്പോൾ അത് ചിലപ്പം വെറുതെ കൊടുത്തതാവൂല, അല്ലേ? വംസഉ ബിറുഊസിക്കും, നിങ്ങൾ തല തടയുക എന്നുള്ളതിന് എന്താ പറഞ്ഞത്? അല്ലാഹു തആല എന്താ പറഞ്ഞത്? വംസഉ റൂസക്കും പറഞ്ഞാൽ പോരെ? ആ ആയത്ത് നിങ്ങൾ എല്ലായിടത്തും എടുത്തു നോക്കേണ്ടി. പിന്നെ നിങ്ങളെ കൈ കഴുകുക, പിന്നെ മുട്ടുവരെ കഴുകുക എന്നൊക്കെ ഉള്ളതിന് അവിടെയൊക്കെ സാന അവിടെ ഒന്നും ബി ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ തല തടവിനോടത്ത് മാത്രം ബി ഉപയോഗിച്ച് കാണാം. വംസഉ ബിറുഊസിക്കും ഉപയോഗിച്ചാണ്. എന്തേ കാരണം? അതേപോലെ കണ്ണ് നിയന്ത്രിക്കുന്നിടത്ത് മിൻ ഉപയോഗിക്കുന്നു. വയഹ്ഫളു ഫുറൂജഹും എന്ന് പറഞ്ഞിടത്ത് മിൻ ഉപയോഗിച്ചില്ല. മിൻ ഉപയോഗിച്ചില്ലെങ്കിൽ അർത്ഥവ്യത്യാസമുണ്ടോ? ഇല്ല. ഭാഷാന്തരം ചെയ്യുമ്പോൾ അർത്ഥവ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പൊ അള്ളാഹു ആ മിന്ന് ഉപയോഗിച്ചത് ഒരു വലിയ ആശയത്തെ മനുഷ്യനെ
ധ്വനിപ്പിക്കാനാണ്. എന്താണ് ആശയം? എല്ലാ ഹറാമായ കാര്യങ്ങളിൽ മാത്രങ്ങൾ എന്ത് ചെയ്താൽ മതി? കണ്ണ് താഴ്ത്തിയാൽ മതി. എല്ലായിടത്തും കണ്ണ് താത്തണോ? താത്തണ്ട. അപ്പം മിന്നിൻ്റെ അർത്ഥം തബഈൽ എന്നാ. എന്താ അർത്ഥം? തബീൽ. ചില ഭാഗങ്ങൾ മിൻ എന്ന് പറഞ്ഞാൽ തബഈൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ മതി? കണ്ണ് താത്തിയാൽ മതി. എല്ലായിടത്തും കണ്ണാത്തണോ? എൻ്റെ ഉമ്മ ഉണ്ട്, കണ്ണാത്തണോ? എൻ്റെ ഭാര്യ ഉണ്ട്, കണ്ണാത്തണോ? എൻ്റെ സഹോദരി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മായി ഉണ്ട്, എൻ്റെ ഇളയമ്മണ്ട്, എൻ്റെ മൂത്തമ്മ ഉണ്ട്. അവിടെ നമ്മൾ കണ്ണ് താഴ്ത്തേണ്ട ആവശ്യമില്ല. കണ്ണ് താഴ്ത്തേണ്ട ആവശ്യമുണ്ടല്ലോ? ഇല്ല. എന്നാൽ അജ്നബിയായ എനിക്ക് നോക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ മുന്നിലുണ്ടാകുമ്പോഴേ ഞാൻ കണ്ണ് താഴ്ത്തേണ്ടേ. അതുകൊണ്ടാണ് യഗുല്ലു, സത്യവിശ്വാസികളായ ആളുകൾ താഴ്ത്തണം, മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ ചില അവസരങ്ങളിൽ ചില രംഗങ്ങളിൽ എന്ന് കാണിക്കാനാണ് ആ മിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരർത്ഥം, എൻ്റെ മുന്നിലുള്ള എൻ്റെ ഉമ്മ തന്നെയാണ്. എൻ്റെ മുന്നിലുള്ളത് എൻ്റെ ഉമ്മ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഇളാമാണ്, എൻ്റെ മൂത്തമ്മയാണ്, എൻ്റെ അമ്മായിയാണ്, എനിക്ക് നോക്കാൻ പറ്റൂലാണ്. പക്ഷെ നോക്കാൻ പറ്റൂലാണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കണ്ണ് നിറയെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കണോ? അതും വേണ്ട. ആ കണ്ണുങ്ങൾ തുറിച്ചു നോക്കാതെ, കണ്ണ് നിറയെ നോക്കാതെ, ആവശ്യത്തിന് മാത്രങ്ങൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. അവിടെയും യഗുല്ലു മിൻ. അപ്പം നോട്ടത്തിൻ്റെ അങ്ങനെ തുറിച്ച് അങ്ങ് നോക്കണ്ട, കണ്ണ് നിറയെ നോക്കണ്ട, ആവർത്തിച്ച് ദായിമായിട്ട് കണ്ണെടുക്കാതെ നോക്കണ്ട എന്ന് കാണിക്കാനാണ് എന്ത് പറഞ്ഞത്? മിൻ. എങ്ങനെയാണ് അർത്ഥം വരുന്നത്? ഞാനിപ്പോൾ നിങ്ങളടുത്തുള്ള കുറച്ച് എനിക്ക് തരി. എന്നെങ്ങനെ അറബി പറയാ? എങ്ങനെ അറബി പറയാ? നമ്മളെ കൊളോക്കിയൽ എങ്ങനെ പറയല്? ആത്തിനി മിമ്മ എന്തക് അല്ലേ? ആത്തിനി മിമ്മ എന്തക്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? ആത്തിനി പറഞ്ഞാൽ എന്താ? എനിക്ക് നൽകൂ, അല്ലെങ്കിൽ ആത്തിനി, അങ്ങനെയും പറയും. ആത്തിനി എനിക്ക് നൽകൂ, ആത്തിനി എനിക്ക് നൽകൂ. എന്താ നൽകേണ്ടത്? മിൻ മാ എന്തക്, നിങ്ങളടുത്തുള്ള എന്താണോ ഒരു കാര്യങ്ങൾ എടുത്തുണ്ട്, ഒരു കുറെ കുബൂസ് ഉണ്ട്, അതിൻ്റെ ഒരു പൊട്ടി എനിക്കും കൊണ്ടായി എന്നെങ്ങനെ നമ്മൾ പറയാം? ആത്തിനി മിൻ മാ എന്തക്. എന്തിനാ മിൻ അവിടെ ചേർത്തത്? മുഴുവൻ കുബൂസും വേണ്ട, അതിൻ്റെ ഒരു കഷ്ണം മതി നമ്മൾ പറയില്ലേ? നമ്മളെന്താ പറയല്? ഷോയ അറിയില്ല എല്ലായിടത്തും. എല്ലായിടത്തും ഷോയൊന്നും ഉണ്ടാവില്ല. അത് ഷെയ് എന്നാണ് സംഗതി കേട്ടോ. ഷോയ എന്ന് പറയുന്നത് ഷെയ് എന്നാണ്. ആത്തിനി മിമ്മ എന്തക്, നിങ്ങളടുത്തുള്ള അതിൽ നിന്ന് ഒരു കഷ്ണം എനിക്ക് തരൂ എന്നാണ്. അപ്പം ആ കഷ്ണം എന്ന് പറയാതെ, ആ കുബുസിന്റെ കഷ്ണം, നിങ്ങളുടെ അടുത്തുള്ള എന്തൊരു വസ്തുവാണോ ആ വസ്തുവിന്റെ ഒരു കഷ്ണം എന്ന് പറയാതെ, ആ കഷ്ണം എന്ന ആശയം എവിടുന്ന് കിട്ടുന്നുണ്ട്? മിൻ മ. മിൻ പ്ലസ് മാണത് എന്തായത്? മിമ്മ ആയത്. മിൻ പ്ലസ് മാണത് മിമ്മ. മിൻ മ എന്തൊക്കെ നിങ്ങളുടെ അടുക്ക് എന്താണോ ഉള്ളത് അതിനൊരു കഷ്ണം, അതിൻ്റെ ഒരു ഭാഗം തരൂ എന്നാണ്. അപ്പം ആ ഭാഗം എന്ന അർത്ഥം വരുന്നത് എവിടുന്നാ? മിൻ എന്ന പദപ്രയോഗത്തിൽ നിന്ന് ആണ്. അപ്പം അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? നിങ്ങൾ നോട്ടങ്ങനെ തുടരെ നോക്കണ്ട, ഒരു ഭാഗം ഒരു ഭാഗം വരെ നോക്കിയാൽ മതി എന്ന അർത്ഥം പറഞ്ഞ മുഫസ്സിറുകളെയും കാണാൻ പറ്റും. ഇനിയിപ്പം നോക്കൽ ഹലാലാണ് വിചാരിച്ച് നമ്മളിങ്ങനെ അത് നോക്കിയാലോ? അതും ചിലപ്പോൾ അപകടത്തിൽ വരും അല്ലേ? അപ്പം അത് തടയാനാണ് അല്ലാഹു തആല എന്ത് കൊണ്ടുവന്നത്? യഗുല്ലു മിൻ അബ്സാരിഹിം അല്ലേ? പിന്നെ മൂന്നാമത്തൊന്ന്, നമ്മൾ കണ്ണ് നിറയെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, നമ്മളിങ്ങനെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ, എൻ്റെ ഇളാമ, എൻ്റെ മൂത്തമ്മ, ആ കണ്ണ് എടുക്കാതെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന് മറ്റൊരർത്ഥം ഉണ്ടാവും. അതിന് മറ്റൊരാശയത്തിലേക്ക് അത് ചിലപ്പോൾ പോകും. മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ് അല്ലേ? അപ്പം അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കുത്തിബ അല ഇബ്നു ആദം നസീബുഹു മിനസ്സിന. അല്ലാഹു സുബ്ഹാനഹു വ തആല സിനയുടെ ഒരു ഓഹരി മനുഷ്യനിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഫൽ ഐനാനി, ഹദീസിൽ കാണാം, ഫൽ ഐനാനി സിനാഹുമ
അന്നളർ, രണ്ട് കണ്ണുകളുടെയും വ്യഭിചാരമാണേത്? നോട്ടം. വൽ ഉദ്നാനി സിനാഹുമ അൽ ഇസ്തിമാൾ, രണ്ട് കാതുകളുടെയും വ്യഭിചാരമാണേത്? ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. വൽ ലിസാൻ, നാവ്, സിനാഹു അൽ കലാം, നാവിൻ്റെ വ്യഭിചാരമാണേത്? സംസാരം എന്നുള്ളത്. വൽ യദു സിനാഹ അൽ ബത്ഷ്, കയ്യിൻ്റെ വ്യഭിചാരമാണേത്? പിടിക്കുക എന്നുള്ളത്. വരിജിൽ സിനാഹ അൽ ഖുത്ത, കാലിൻ്റെ വ്യഭിചാരമാണേത്? കാലടി വെച്ച് പോവുക എന്നുള്ളത്. വൽ ഖൽബ് യഹ്വി വയതമന്ന, എന്നാൽ മനസ്സ് അവിടെയൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും വയുസദ്ദിഖു ദാലിക, ഈ പറഞ്ഞതൊക്കെ അങ്ങോട്ട് സാക്ഷാത്കരിക്കുകയും ചെയ്യും. ദാലിക്കൽ ഫറജ്, ഗുഹ്യസ്ഥാനം ഇതങ്ങോട്ട് സാക്ഷാത്കരിക്കും. വയുക്കദിബു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം, ഒരു മനുഷ്യൻ കണ്ണിമവട്ടാതെ ഇത്തരം വാസനയോട് കൂടി ഒരു കാര്യത്തിലേക്ക്, ഒരു ഇതിലേക്ക് നോക്കുമ്പോൾ ഈ വാസന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നോക്കണ്ട. യഗുല്ലു മിൻ, യഗുല്ലു മിൻ. അപ്പം കണ്ടങ്ങൾ, അല്ലാഹുത്താല ആ ഒരു അവ്യയം, ഒരു അക്ഷരം വെറുതെ കൊണ്ടുവന്നതല്ല ഖുർആനിൽ. എന്തുണ്ട്? വളരെ വിശാലമായി ആണ്ട് കിടക്കുന്ന ആശയമുണ്ട് ഏതില്? ആ മിൻ എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ മിൻ പറയാതെ യഗുല്ലു അബ്സാറും എന്ന് പറഞ്ഞാൽ ഭാഷക്കൊന്നും പറ്റുന്നില്ല. പക്ഷേ മിൻ പറയുമ്പോൾ എന്താവും? ആശയത്തിൻ്റെ വ്യാപ്തി കൂടുന്നു എന്നതിനാണ് ത്രീപ്പങ്ങളെ ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് പറയുന്നുണ്ടല്ലോ, യാ അലി ലാ തുത്ബി നളറ നളറത നളറ, ഒരു നോട്ടത്തെ വീണ്ടും ആ നോട്ടം കൊണ്ട് ഇങ്ങനെ പിന്തുടരുത്. നോക്കി നോക്കി എന്നാൽ തുടരെ തുടരെ നോക്കരുത്. ഫ ഇന്നലക്കൽ ഊല, ഒന്നാമത്തെ നോട്ടം നിനക്ക് അനുവദനീയമാണ്. വലൈസത്തിലക്ക എന്താണ്? അല്ലാഹിറ, രണ്ടാമത്തെ നോട്ടം എന്തില്ല? പാടില്ല. ഇപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പം ഇതാരാന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നോക്കും. അത് ചിലപ്പോൾ നമ്മൾ ആ ഒരു മൈൻഡോട് കൂടി ആവില്ല നോക്കണത്. എന്നാൽ ആളൊക്കെ അറിഞ്ഞു, ഇന്ന ആളാണ്, ഇന്ന യുവതിയാണെന്നൊക്കെ അറിഞ്ഞു, പിന്നെയും നോക്കിയും സംസാരിക്കാനും പോവുകയാണെങ്കിലോ അവിടെ അപകടമാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ നോട്ടം നിനക്ക് അനുവദനീയമാണ്, രണ്ടാമത്തെ നോട്ടം അനുവദനീയമല്ല എന്ന് പറയാനുള്ള ആ കാരണം. അപ്പോൾ കുല്ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് നബിയെ താങ്കൾ പറയണം. എന്താണ് പറയേണ്ടത്? യഗുല്ലു മിൻ അബ്സാരിയും. അപ്പോൾ ആ മിൻ എന്ന് പറയുമ്പോൾ ആ കണ്ണിനെ നിയന്ത്രിക്കേണ്ട വ്യത്യസ്തമായ മേഖലകളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത് ആ മിൻ എന്ന അവ്യയമാണ് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാൽ വയഹ്ഫദു ഫുറൂജഹും എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്ത് പറഞ്ഞില്ല? പിന്നെ വാവെല്ലാം മിൻ പറഞ്ഞില്ല. പറഞ്ഞണോ? ഇല്ല, മിൻ പറഞ്ഞില്ല. എന്താ അവിടെ മിൻ പറഞ്ഞൂടേനോ? എന്നാ ഒരു കോർവല്ലേനോ? നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ മിന്നുണ്ട്, എന്നാ അവിടെ മിൻ ചേർക്കുക, എന്നാ എന്താവും? ഒരു കോർവുണ്ടാവും നമ്മൾ പറയും ഇല്ലേ? പക്ഷെ അള്ളാഹ് അവിടെ കോർവുണ്ടാക്കാൻ കുത്തിർന്നില്ല. അർത്ഥത്തിന് വലിയതുണ്ടാവോ? ഉണ്ടാവുന്നില്ല. പക്ഷേ വയഹ്ഫദു ഫുറൂജഹും എന്നാണ് അള്ളാഹുത്തെ. അവിടെ എങ്ങാനും മിന്ന് പറഞ്ഞണമെങ്കിൽ എന്തായിരിക്കും അർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരവരുടെ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കട്ടെ, അതിൻ്റെ എല്ലാ നിലക്കും സൂക്ഷിക്കണം എന്നാണ് മിൻ പറയാതാവുമ്പോൾ. മിന്നാവുമ്പോഴോ കുറച്ചൊക്കെ സൂക്ഷിക്കട്ടെ. അങ്ങനെ ആവുമ്പോൾ എന്തുണ്ടാവും? വ്യഭിചാരത്തിലേക്ക് ഗേറ്റ് തുറക്കും മിൻ അവിടെ വന്നാൽ, അല്ലേ? അപ്പം അള്ളാഹുവിൻ്റെ ആ വിശുദ്ധ ഖുർആനിലെ ഓരോ അവ്യയവും എത്ര ഭാഷാപരമായ മുഅ്ജിസത്താണ് അതിലുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു ഭാഷാ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം കൂറും അവൻ, അല്ലേ? എന്തുകൊണ്ട് അള്ളാഹു മിന്ന് ഉപയോഗിച്ചില്ല? അവിടെ എങ്ങാനും മിന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഇത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം അവിടെ അള്ളാഹു താല അത് തന്നെ തെളിവാണ്. ഈ വിശുദ്ധ ഖുർആൻ നബി പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു താല ജിബ്രീൽ മുഖേന പഠിപ്പിച്ചു കൊടുത്തതാണ്, ഇറക്കി കൊടുത്തതാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അത്. ഇനി മറ്റൊന്ന് വയഹ്ഫദു ഫുറൂജഹും എന്ന് പറഞ്ഞല്ലോ.
വയഗുല്ലു മിൻ അബ്സാരിഹിം. ഇവിടെ ചില സന്ദർഭത്തിൽ അജ്നബിയായ സ്ത്രീയെ നോക്കേണ്ടി വരും. ആ മിന്നിൻ്റെ മറ്റൊരു രംഗം യഗുല്ലു മിൻ അബ്സാരി എന്ന് പറഞ്ഞില്ലേ, അവിടെ ചില സന്ദർഭം ആദ്യങ്ങളെ മനസ്സിലുണ്ടാവേണ്ടി മിൻ തബഇൽ, ചില സന്ദർഭത്തിൽ അജ്നബിനെ നോക്കേണ്ടി വരും. എപ്പോഴാണ് ആ സന്ദർഭം? എപ്പോഴാ ഒരു അജ്നബിയായ സ്ത്രീയെ എപ്പോഴാ ഇപ്പം എനിക്ക് നോക്കാൻ അനുവാദം ഉണ്ടാവുക? ഓക്കെ, പെണ്ണാണാവും. മറ്റൊരു രംഗം നിക്കാഹിൻ്റെ അവസരം ഉണ്ട്, അത് ശരിയാ. പിന്നെ അതിനേക്കാൾ വലുതൊന്നുണ്ട്. ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ ചികിത്സിക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? ആ സ്ത്രീയെ നോക്കേണ്ടി വരും അല്ലേ? ഡോക്ടർ മുന്നിൽ കൊണ്ടുപോകുമ്പം നിങ്ങൾ ഇതൊക്കെ പാടെ മറച്ച് വെച്ചിട്ടല്ല, ആ മുറിവുള്ള ഭാഗം കാണിച്ചു കൊടുക്കേണ്ടി വരും. എന്നാലേ ഡോക്ടർക്ക് എന്നതാണെന്ന് അറിയുള്ളൂ അല്ലേ? അപ്പം ആ ഡോക്ടർക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ആ അജ്നബിയ സ്ത്രീയായാലും നോക്കാം എന്നതാണ് പണ്ഡിതാഭിപ്രായം. ഇനി കോർട്ടിലൊക്കെ പോയാലോ, കോടതിയിൽ ജഡ്ജിക്ക് കാര്യം ഇപ്പോൾ ഇതിങ്ങോട്ട് ഇട്ട് വന്നാൽ ഒക്കെ പാടെ മറിച്ച് തന്നാൽ ആരാ ഇപ്പോൾ വന്ന? ആ സ്ത്രീ തന്നെയാണോ? ഇപ്പം ഇന്നലെ വന്ന തന്നെ അത് തന്നെയാണോ? അത് നമുക്കറിയില്ല. അറിയോ? ഒരു കാദിക്ക് അറിയോ? ജഡ്ജിക്ക് അറിയോ? അല്ലെങ്കിൽ ആ ജഡ്ജിൻ്റെ മുന്നിൽ തഹ്കീക്കിന് വേണ്ടി നിൽക്കുന്ന മുഹക്കിക്കായ ആ മനുഷ്യനറിയോ എന്ത് ധാരാ വന്നതെന്നില്ല? അപ്പോൾ അവിടെ മുഖം മറക്കാൻ പാടില്ല. അപ്പോൾ ആളെ തിരിയണം അവിടെ അല്ലേ? ആ കലാമ് തിരിയണം. അപ്പോൾ അത്തരം രംഗത്ത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അള്ളാഹു തആല എങ്ങാനോടെ മിന്ന് പറഞ്ഞിട്ടില്ലെങ്കിലോ? കണ്ടങ്ങള് നിങ്ങൾക്ക് ഇതിൻ്റെ സൂത്രം മനസ്സിലാണ്ടോ? അള്ളാഹു തആല അവിടെ എങ്ങാനും മിന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ജഡ്ജിക്കും ഒരു കോടതിയിലും ഒരു സമയത്തും ഇതാക്കാൻ പറ്റൂല. അപ്പോൾ ആ മിന്ന് പറഞ്ഞതുകൊണ്ട് ഇത്തരം ലറൂറത്തിൻ്റെ അവസരത്തിൽ എന്ത് ചെയ്യാം? നോക്കാം. പക്ഷേ അവിടെ ഉദ്ദേശം എന്താവണം? ചികിത്സിക്കലാവണം, മറ്റൊന്നും ആവാൻ പാടില്ല. പിന്നെ അതുകൊണ്ടാണ് ആ മിൻ അവിടെ വന്നിട്ടുള്ളത്. എന്നാൽ അതേ രംഗം വയഫലു ഫുറൂജവും എന്ന് പറഞ്ഞിടത്ത് അവിടെ മിന്ന് വന്നില്ലല്ലോ. കാരണം എന്താ? അത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വ്യഭിചാരവുമായി ബന്ധപ്പെട്ടാലും ഒരു ഡോക്ടർക്കും അവിടേക്ക് നോക്കാൻ പാടില്ല. വ്യഭിചാരവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് വയഫലു ഫുറൂജഹും എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നതാണ്. പിന്നെ അപ്പോൾ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും ഏത് ഡോക്ടറായാലും എന്ത് ചെയ്യണം? വിട്ടിക്കണം. ഞാൻ ഇപ്പോൾ ഡോക്ടറാണ്, എനിക്കിപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ആ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട രീതിയിൽ ആ നോട്ടം പാടില്ല. അതുകൊണ്ടാണ് അവിടെ മിന്നില്ലാതെ വയഫലു ഫുറൂജഹും എന്ന് പറയുന്നത്. അപ്പോൾ വ്യഭിചാരവുമായി ബന്ധപ്പെട്ടതോ അതിനേക്കാൾ താഴെയുള്ളതോ അതിലേക്ക് എത്തുന്നതോ ആയ എല്ലാ കാര്യത്തിൽ നിന്നും അകന്നു നിൽക്കണം എന്ന് കാണിക്കാനാണ് മിൻ പറയാതെ പോയത്. വയഫലു ഫുറൂജഹും എന്നാണ് മിൻ പറഞ്ഞോ? ആ മിന്ന് പറയാതെ പോയത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ കാണാം വല്ലദീനഹും ലി ഫുറൂജിഹിം എന്താണ് ഹാഫിളൂൻ, അങ്ങനെ തന്നെയല്ലേ അല്ലേ? വല്ലദീനഹും ലി ഫുറൂജിഹിം അവിടെ ഇവിടെയൊക്കെ മിന്നുപയോഗിച്ചുണ്ടോ? ഇല്ല. കണ്ടങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ എത്ര കുറ്റമറ്റതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ എന്നത് അതും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി കണ്ണ് താഴ്ത്തലും കണ്ണ് നിയന്ത്രിക്കലും ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കലും തമ്മിൽ എന്തുകൊണ്ടാണ് അള്ളാഹു തആല അറ്റാച്ച് ചെയ്ത് കൂട്ടിയോജിപ്പിച്ച് പറഞ്ഞത്? അതിലെന്തെങ്കിലും ഹിക്മത്തുണ്ടോ? എന്താ ഉള്ളത്? എന്താ അതിലുള്ള ഹിക്മത്ത്? കണ്ണ് താഴ്ത്തുന്നതിനെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു അത്ഫ് ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്താ? വയഫലു ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കണമെന്ന. ഇത് തമ്മിൽ എന്താ ബന്ധം? എന്തുകൊണ്ട് അള്ളാഹു അതങ്ങനെ പറഞ്ഞു? കാരണം എന്താ? ഹറാമായ ഒരു കാര്യത്തിലേക്ക് നോക്കണോണ്ട് ഇപ്പം എന്താ ഉള്ളത്? നമുക്ക് എന്തുണ്ടോ? നോക്കണമെന്നൊന്നുമില്ല. പക്ഷേ ആ നോട്ടം എന്താവും? ഹറാമായ കാര്യം ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് ആ ഗേറ്റിനട അടക്കുക. കണ്ണ് ആ നോട്ടം എന്ന് പറഞ്ഞാൽ ആ കടന്നു വരുന്ന ഗേറ്റിനട അടക്കുകയാണ്. ഹറാമായ കാര്യം ഏതാ? വ്യഭിചാരം അല്ലേ? ആ വ്യഭിചാരത്തിലേക്ക് എത്താൻ ഈ ബാബ് തുറന്നിട്ടാൽ അതിലൂടെ പോവും. അപ്പം ആ ഗേറ്റിന് അടക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്?
യഗുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും. അപ്പോൾ നമ്മളെ വല്യമ്മനെ നോക്കുമ്പോഴോ ഉമ്മനെ നോക്കുമ്പോഴോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല. അവിടെ നിങ്ങൾക്ക് നോക്കാം അല്ലേ. വയഹ്ഫളു ഫുറൂജഹും അത് പാടുണ്ടോ? അവിടെ ആ മിന്ന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു. അതുകൊണ്ടാണ് അത് രണ്ടും തമ്മിൽ അള്ളാഹു തആല ബന്ധിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ചില പണ്ഡിതന്മാർ പറയുന്നത് ചെയ്യാൻ ഹറാമായ കാര്യങ്ങളൊക്കെ അത് നോക്കലും ഹറാമ് തന്നെയാണെന്നാ. ഇപ്പം നോക്കൽ മാത്രമല്ല, ആ ഹറാമായ കേൾക്ക് പിന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് എന്ന് കൂട്ടുക അല്ലേ. അപ്പം അത് നോക്കൽ, പിന്നെ അത് കേൾക്കൽ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സംസാരം, ഇങ്ങനെയുള്ള പിന്നെ അത്തരം കാര്യങ്ങൾ വായിക്കുക, അത്തരം കാര്യങ്ങൾ എഴുതുക, ഇതൊക്കെ ഹറാമാണ് എന്നതാണ് എന്ത് യഗുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫളു. ആ വാവ് അവിടെ പറഞ്ഞത് അതുകൊണ്ടാണെന്നാ. അപ്പം നോട്ടം മാത്രമാണോ? നോട്ടമാണ് ഏറ്റവും വലിയ വില്ലൻ. അതുകൊണ്ടാണ് നോട്ടത്തെ പറഞ്ഞത്. എന്നാൽ ഇന്നിപ്പോൾ നമ്മളെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധനമായിട്ട് പിടിക്കും മൊബൈൽ അല്ലേ. ഞാനിപ്പോൾ എന്താ ഈ കുത്തണത്, ഞാൻ എന്താ കേൾക്കണത്, ഞാൻ എന്താ അതിൽ എഴുതി വിടുന്നത്, ഞാൻ എന്താ സംസാരിക്കണത്, ഞാൻ ആരുമായിട്ടാണ്, ഇതൊക്കെ വേണ്ടാത്ത ഹറാമായ കാര്യമാവും. ശരിയായ വ്യഭിചാരമല്ല, ബിൽഫീൽ വ്യഭിചാരം ഉണ്ടാവില്ല. എന്നാൽ വ്യഭിചാരത്തിലേക്ക് എത്തണ ഒരുപാട് എഴുത്ത്, കുത്ത്, നോട്ടം, പിന്നെ എന്താ പറയുക, അങ്ങനെ മറിക്കണില്ല നിങ്ങൾ, ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ഹറാമാണെന്നാ. അപ്പം ആലോചിച്ചു. ഇതാണ് പണ്ഡിതാഭിപ്രായം. അപ്പം എന്നാൽ ഫുജായി ആയിട്ടുള്ളൊരു നോട്ടം വരും ചിലപ്പോൾ. നമ്മളിവിടെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതോട് വരും. അപ്പം നല്ലൊരു പ്രസംഗം കേൾക്കുമ്പോൾ കാണാം എന്ത് വരുന്നത്, ഒരു ഉടുത്തയച്ചിട്ടിട്ട് വരുന്നതാണ്. കണ്ടില്ലേ, അവിടെ വരും. അതിൻ്റെ ഇടയിൽ നല്ല പ്രസംഗക്കാരം അല്ല ഹുസൈൻ സൽഫിൻ്റെ ഒക്കെ ആയിരിക്കും. പറഞ്ഞിട്ട് എന്താ കാര്യം, ഇത് വരാക്കൂല. ഒരു വാർത്തകൾ കേൾക്കുകയാണെങ്കിൽ ഇത് വരാതെക്കൂല. അപ്പം അങ്ങനെ ഫുജായി ആയിട്ട് ആകസ്മികമായിട്ട് പെട്ടെന്ന് അവിടെ കയറി വരും. നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും പറയല് വേഗം സ്കൈപ്പ് അടിച്ചിട്ട് ഒറ്റ നോട്ടം നമ്മൾ അറിയാൻ നോക്കുകയാണ്. പിന്നെ ഇങ്ങനെ നോക്കാൻ കുത്തിർന്നാലോ അത് അപകടമാണ്. അപ്പം ആ നോട്ടം എന്തിലേക്ക് എത്തിക്കും, നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്, യഗുല്ലു മിൻ അബ്സാരിഹിം, പിന്നെ പറഞ്ഞത് വയഹ്ഫളു ഫുറൂജഹും എന്നത് തമ്മിൽ അറ്റാച്ച് പറയാനുള്ള കാരണം. ജരീർ ഇബ്നു അബ്ദുല്ലാ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാൽ സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നളറത്തിൽ ഫുജാഇയ, നളറത്തിൽ ഫുജഅ, ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു നോട്ടം, ആകസ്മികമായി വരുന്ന നോട്ടത്തെ പറ്റി ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഅമറനി, അള്ളാഹിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചു, അൻ അസ്രിഫ ബസരി, എൻ്റെ കണ്ണ് അതിന് തിരിച്ചു വിടാൻ. അപ്പം ഇങ്ങനെ നോക്കേണ്ടി വന്നാൽ, ആകസ്മികമായി നോക്കേണ്ടി വന്നാൽ നമുക്ക് അതിനുള്ള പരിഹാരം റസൂലുള്ള പറഞ്ഞു തരുന്നത് കണ്ണ് തിരിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പം ഇന്നിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏത് സംഗതിയും നമ്മൾ കണ്ണ് ഇമവെട്ടാതെ നോക്കുകയും കേൾക്കുകയും ചെയ്യുന്ന രംഗമാണ് ഈ നടീനടന്മാരുടെ എല്ലാ രംഗങ്ങളും. മൊബൈൽ തുറന്നാൽ അല്ലെങ്കിൽ യൂട്യൂബോ ഫേസ്ബുക്കോ ഏത് തുറന്നാലും ഇത്തരം ഹറാമായ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ നോട്ടം നമ്മെ കൊണ്ടുപോയി എത്തിക്കും. അപ്പം അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കണ്ണ് നിയന്ത്രിക്കണം എന്നുള്ളതാണ് അത് നമ്മെ. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്, യഗുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും, പിന്നെ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. നോക്കിങ്ങൾ, അള്ളാഹിൻ്റെ റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്. ഹുഫത്തിൽ എന്താണ്, ഹുഫത്തിൽ ജന്ന ബിൽ മക്കാരി, പിന്നെന്താണ് വഹുഫത്തിൻ നാർ ബിശ്ശഹവാത്ത്. ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്താണ് ഹദീസ്, ഹുഫത്തിൽ ജന്ന. എന്താ ഹുഫത്തിൽ ജന്ന പറഞ്ഞത്, ഹുഫത്തിൽ ജന്ന ബിൽ മക്കാരി എന്ന് പറഞ്ഞാൽ എന്താ, ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത ഒരു ഹദീസാണിത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ. എന്താണ് ഹുഫത്തിൽ ജന്ന ബിൽ മക്കാരി, പിന്നെ ഹുഫത്തിൽ നാർ ബിശ്ശഹവാത്ത് അല്ലേ. എന്താണ് ഹുഫത്ത് പറഞ്ഞാൽ എന്താ, വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. അൽ ജന്ന
സ്വർഗം. ബിൽ മക്കാരി. എന്താ മക്കാരി പറഞ്ഞാൽ? വെറുക്കപ്പെട്ട, നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് തൃപ്തിയില്ലാത്ത, വെറുക്കപ്പെടുന്ന കാര്യങ്ങളായിട്ടായിരിക്കും സ്വർഗം ഇങ്ങനെ വലയം ചെയ്യപ്പെട്ടതെന്നാ. എന്നാൽ നരകോ ഷഹവാത്തുമായിട്ടാണ് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാ. കുറേ ചെറുപ്പക്കാരിങ്ങനെ ഒരു നിരന്ന സ്ഥലത്തൂടെ ഇങ്ങനെ സൈക്കിളായിട്ട് പോവാ. നിങ്ങളൊക്കെ ആ കൂട്ടത്തിലുണ്ട് അല്ലേ? സൈക്കിളായിട്ട് ഇങ്ങനെ പോകുമ്പം കുറേ അങ്ങോട്ട് ഒരു കവലയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? ഒരു ഭാഗത്തെ ഇറക്കണ്ട്. നിങ്ങളെങ്ങോട്ടാ പോവാ? സൈക്കിളിന് പിന്നെ പെട്രോൾ ഇതൊന്നും വേണ്ടല്ലോ, ഓഫാക്കി അങ്ങനെ സുഖമായിട്ടിരുന്ന് പോയിക്കൂടെ? ഇറക്കത്തൂടെ അല്ലേ? ഇറക്കണ്ട്. അപ്പം ഞാൻ ഇതിലൂടെ അവിടെ പോവടാ, എന്നാൽ ബ്രേക്ക് മാത്രം നോക്കിയാൽ മതിയല്ലോ, ബാക്കി അങ്ങനെ ഇരുന്നെടുത്താൽ മതി, അങ്ങനെ അവിടെ പോയിക്കോളും. കുറച്ചാണ്ട് ഇങ്ങോട്ടുള്ളതോ വലത്തോട്ടുള്ളതോ കയറ്റാണ്. സൈക്കിൾ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും, ഉന്തേണ്ടി വരും. അപ്പോൾ സാധാരണ മനുഷ്യൻ എന്താ ചെയ്യുക? നമ്മൾ എന്താ അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ ചിന്തയിൽ എന്താ വരിക? നിങ്ങളേതാ? വേഗം എളുപ്പം. പക്ഷേ ഈ കവലയിൽ വലിയൊരു ബോർഡ് എഴുതി വെച്ചു. എന്താ ബോർഡ്? തായങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊള്ളി. ഇറങ്ങിപ്പോയാൽ കുറേ വന്യമൃഗങ്ങളും ജന്തുജാലങ്ങളും നിങ്ങളെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു വലിയ കാടാണ് ഇവിടെ ഉള്ളത്. താഴെ അവസാനം എത്താൻ പോണത്. കയറ്റത്ത് കയറിപ്പോയാലോ വലിയ സ്വിമ്മിംഗ് പൂളും വളരെ രുചികരമായ ആസ്വദിക്കാൻ പറ്റിയ വലിയ കൊട്ടാരങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലവുമാണ്. നിങ്ങൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഏത് തിരഞ്ഞെടുക്കും? ഏതാ തിരഞ്ഞെടുക്കുക? ഏതാ തിരഞ്ഞെടുക്കുക? കയറ്റം തിരഞ്ഞെടുക്കും. കാരണം എന്താ? അല്പം പ്രയാസപ്പെട്ടാലും ചെന്നെത്താനുള്ളത് എന്താ? വളരെ ആസ്വാദകരമായ, വളരെ ആനന്ദമുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ പോകുമ്പോൾ എളുപ്പമുണ്ടാവും, പക്ഷെ തിരിച്ചു വരുമോ നമുക്കറിയാൻ പറ്റുമോ? ഈ വന്യമൃഗങ്ങൾ വിഴുങ്ങിപ്പോവും. ഇതാണ് ദുനിയാവ്. ഇതാണ് ദുനിയാവ്. ദുനിയാവ് സ്വർഗത്തിലേക്കുള്ള വഴി ചിലപ്പോൾ കയറ്റം കാരണം വണ്ടിയിൽ നിന്ന് ഇറങ്ങണം, ഉന്തണ്ടി വരും, പെട്രോൾ കൈയൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ എത്തിയാലോ ആ സ്വർഗം എന്ന തോട്ടമാണ് നമുക്ക് ലഭിക്കാണ്ട്. ഇങ്ങോട്ടോ എളുപ്പം നോക്കിയാൽ എന്തുണ്ടാവും? ആ വന്യമൃഗങ്ങൾ നമ്മെ അവിടെ എത്തുമ്പം പോകുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ആറാടി മത്തടിച്ചൊക്കെ ഇങ്ങനെ പോവാം, സുഖസുന്ദരമായിട്ട് ഇങ്ങനെ ബ്രേക്ക് പിന്നെ ആക്സിലേറ്ററൊന്നും ചവിട്ടണ്ട, അങ്ങനെ അത് പോവാം. പക്ഷേ വരാൻ പോകുന്നതോ മഹാ അപകടം ഉള്ള ഗർത്തവുമാണ്. അപ്പം ആലോചിച്ച് നോക്കൂ, അള്ളാഹിൻ്റെ റസൂൽ പറയാ ഹുഫത്തിൽ ജന്ന ബിൽ മക്കാരി. സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് അല്പം പ്രയാസവും ബുദ്ധിമുട്ടും അനിഷ്ടകരവുമായ കാര്യങ്ങളായിരിക്കും ദുനിയാവിലുണ്ടാവുക. എന്നാൽ നരകത്തിലേക്കെത്താൻ നിങ്ങളെ മാടി മാടി വിളിക്കുന്ന ഒരുപാട് രംഗങ്ങൾ. ഏറ്റവും വലിയ രംഗം എൻ്റെയും നിങ്ങളുടെയും കയ്യിലുള്ള മൊബൈൽ. അങ്ങനെ മാടി മാടി വിളിക്കും. എങ്ങനെ വിളിക്കുക? നിങ്ങളെങ്ങനെ യൂട്യൂബ് ഓർക്കും, ഫേസ്ബുക്ക് ഓർക്കും, അയാളെ പ്രസംഗം കേൾക്കാനായിരിക്കും തുറന്ന്, പക്ഷേ പ്രസംഗം 2 വരെ കേട്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളെ ഈ ഇറങ്ങിറങ്ങണ പോലെ ചിരിച്ച് കളിച്ച് ആനന്ദിച്ചാട് പോവും. അവസാനങ്ങളെ 24 മണിക്കൂറും എവിടെത്തും? അയാളാട് വിഴുങ്ങും അല്ലേ? യൂട്യൂബാട് വിഴുങ്ങും. തിരിച്ചു വരാൻ കഴിയോ? ഏറ്റവും വലിയ വന്യമൃഗം അതാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? നമ്മുടെ മുമ്പിലുള്ള ഇത്തരം മാധ്യമങ്ങളെ നാം നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തുന്നിടത്ത് ചിന്തിച്ചിട്ടില്ല എങ്കിൽ മഹാ അപകടത്തിലായിരിക്കും നമ്മുടെ ജീവിതം കൊണ്ടെത്തിക്ക്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഹെഫത്തിൽ ജന്ന ബിൽ മക്കാരി വഹഫത്തിൻ നാറു എന്താ? ബിഷഹവാത്ത്. ഷഹവാത്ത് പറഞ്ഞാൽ എന്താ? എൻ്റെ മനസ്സിന് ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, എനിക്ക് പൂതിയുള്ള അത്തരം കാര്യങ്ങൾ, അതായിരിക്കും ആ നരകത്തിലേക്കുള്ള വഴികൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല എന്ത് പറഞ്ഞത്? ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്. എന്താ? ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകൾക്ക് യഗുല്ലൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, അവർ നിയന്ത്രിക്കട്ടെ, അവർക്ക് പാടില്ലാത്തതാണത്. പിന്നെ വയഹ്ഫദു ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനം അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞതിലുള്ള യുക്തി ഒന്ന് അതാണ്. പിന്നെ ഹിഫ്ലുൽ ഫറജ് എന്ന് പറഞ്ഞല്ലോ, യഹ്ഫദു ഫുറൂജഹും എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. അപ്പോൾ
ആ യഫലൂ ഫുറൂജഹും അതിൻ്റെ തായാണല്ലോ ഇപ്പം ഈ നോട്ടം. അപ്പം ആ നോട്ടം തന്നെ അകന്ന് നിൽക്കുക ആണെങ്കിൽ പിന്നെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കേണ്ടത് എത്രമാത്രമായി നമ്മൾ അകന്ന് നിൽക്കേണ്ടി വരും എന്നതും അതിൽ നിന്നൊരു പാഠം ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ യഫലൂ ഫുറൂജഹും എന്ന് പറയുമ്പോൾ ആ സ്ത്രീകൾക്ക് മാത്രമാണോ അത്? അല്ല, ആണുങ്ങൾ അവരത്തായ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നോക്കാൻ പാടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ നോക്കണില്ല. പക്ഷേ ഇന്ന് നമ്മളെ കണ്ണെങ്ങനെ അങ്ങോട്ട് എത്തിക്കണത്? സ്ത്രീകളുടെ വസ്ത്രധാരണം അല്ലേ? ഇങ്ങനെ വളരെ നൈസായ നേർത്ത വസ്ത്രം ധരിക്കും. ഇടുങ്ങിയ നമ്മുടെ കാലിൻ്റെയും ശരീരത്തിലൊക്കെയുള്ള രോമകൂപ്പങ്ങൾ പോലും പുറത്തേക്ക് തുളച്ചു കയറുന്ന, ആ രോമങ്ങൾ പോലും പുറത്തേക്ക് തുളച്ചു കയറുന്ന രൂപത്തിലുള്ള ഡ്രസ്സുകളാണ് ഇന്ന് പലരും ഉപയോഗിക്കുന്നത്. അതെന്ത് ചെയ്യും? ഈ വസ്ത്രം ധരിക്കാത്തവനേക്കാൾ അപകടമാണ് ഇത് ഈ വസ്ത്രം ധരിക്കൽ. ഇതാണിന്ന് ലോകത്തെല്ലായിടത്തും കാണുന്നത് അല്ലേ? എല്ലാ ഭാഗവും ഇങ്ങനെ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത് പോലും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ. അപ്പം അതും വല്ലൂമിൻ്റെ അബ്സ്വാരിഹിം, ആണുങ്ങളോട് പറയാണ് നിങ്ങളെ കണ്ണിനെ താഴ്ത്തണം. വയഹ്ഫളൂ ഫുറൂജഹും, ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിക്കുകയും വേണം എന്ന് പറഞ്ഞത് ഇതിലേക്ക് എത്തുന്ന കാര്യങ്ങളാണ് അത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫഖ്ദു ഔറത്തുൻ, തൊട അത് ഔറത്താണ്. അത് ആണിൻ്റെ അല്ലേ എന്ന് വിചാരിച്ച് നോക്കാൻ പാടുണ്ടോ? ഇല്ല. ആ തൊട പോലും പിന്നെ എന്ത് ചെയ്യണം, അത് നഗ്നമായ ഭാഗമാണ് ആണിൻ്റേതായാലും എന്നുള്ളതാണ്. പിന്നെ ഇന്ന് കാണുന്ന മറ്റൊരു ഇതാണ് ഏത്? ആണും പെണ്ണും അന്യ ആണും പെണ്ണും ഷെയ്ക്കാൻ്റെ കൊടുക്കണം, മുസാഫാത്ത് കൊടുക്കണത്. അതിലൂടെ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ടാകും. ഏത്? വ്യഭിചാരത്തിലേക്ക് എത്തുന്ന അവസ്ഥകളുണ്ടാകും. അവിടെയും യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും എന്നവിടെയും ബാധകമാണ്. പിന്നെ ശരിക്കും ഒരു സ്ത്രീ ആവുന്നത് എപ്പോഴാണ് ഒരു സ്ത്രീ ആവുന്നത്? അവൾക്ക് അതിന് ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ലജ്ജ ഉണ്ടാവുമ്പോഴാണ് അല്ലേ? ലജ്ജയാണ് നഷ്ടപ്പെട്ടാൽ സ്ത്രീ എന്താവും? ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഹയാ ഉണ്ടാവും. ആ ഹയാ ആണ് അവളെ സ്ത്രീയായി മാറ്റണത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ സ്ത്രീത്വം എന്നത് അവൾക്ക് ലഭിക്കുന്നത് ഹയായിലൂടെയാണ്. മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ 2 പെൺമക്കളില്ലേ? ഒരു കിണറ്റിൻ്റെ അരിയിലേക്ക് ആടിന് വെള്ളം കോരാൻ പോയ സംഭവം കേട്ടില്ല നിങ്ങൾ ഖുർആനിൽ? വലിയ സംഭവമാണ്. അവിടെ ആ ഷുഐബ് നബിയുടെ ഒരു മകളുടെ ആ സ്വഭാവം വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ഏറ്റവും ലജ്ജയുള്ളവളാണ്, ലജ്ജയാണ്. എന്തുകൊണ്ടാണ് ആ ഷുഐബ് നബിയുടെ മകള് ബാപ്പയായ ഷുഐബ് നബിയോട് നിങ്ങൾ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ ഖാലത്ത് ഹിദാഹുമ, അവലിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ ഷുഐബ് നബിയുടെ മക്കളിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, യാ അബത്തി, എൻ്റെ പച്ചി, ഇസ്തഇജിർഹു, അയാളെ നിങ്ങൾ കൂലിക്ക് വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ മൂസാ നബിയെ കൂലിക്ക് വിളിച്ചോളൂ. ഇന്ന ഖൈറ മൻ ഇസ്തഇജർതൽ ഖവിയുൽ അമീൻ, താങ്കൾ കൂലിക്ക് വിളിക്കുന്നവൻ ശക്തനും വിശ്വസ്തനുമാണ് എന്ന് പെൺകുട്ടി പോയി വാപ്പനോട് പറയാൻ കാരണം എന്താ? എൻ്റെ മനസ്സിൽ അവിടെ ഒരു മനഃശാസ്ത്രമുണ്ട്. എൻ്റെ മനസ്സിൽ ബാപ്പയ്ക്ക് മനസ്സിലായിനെന്താ? കുട്ടിയുടെ അങ്ങേയറ്റത്തെ ലജ്ജ കാരണമാണ് അവരോട് സംസാരിക്കാത്തതും ഇതൊക്കെ. പക്ഷേ ആ കുട്ടിക്ക് ഇയാളെ മനസ്സിൽ പിടിച്ചിട്ടുണ്ട്, ആഗ്രഹം കൊതിച്ചിട്ടുണ്ട് എന്ന് ആര് മനസ്സിലാക്കി? ഷുഐബ് നബി അതുകൊണ്ടാണ് മകള് പോയിട്ട് പറഞ്ഞത്. ഡയറക്റ്റായിട്ട് പറഞ്ഞതാണോ? അല്ല. വാപ്പങ്ങൾ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ ഇന്നാള് കൂലിക്ക് വിളിച്ചോളൂ, അയാൾ കവിയും ശക്തനുമാണ്. അപ്പൊ കണ്ടങ്ങള് ആ സ്ത്രീ യഥാർത്ഥത്തിൽ സ്ത്രീ ആവുന്നത് ഈ സ്വഭാവം ഉണ്ടാവുമ്പോഴാണ്. എന്നാൽ ഈ സ്വഭാവം അങ്ങോട്ട് നഷ്ടപ്പെട്ടാൽ ബാപ്പനെ കാത്തിരിക്കുമോ? പിന്നെ ഇല്ല. ഇന്ന് നമ്മളെ മക്കളൊന്നും ബാപ്പനെ കാത്തിരിക്കൂല. ഓല് പോയിട്ട് പറയും, എനിക്ക് അവിടെ ഒരാളുണ്ടിപ്പാ, നിങ്ങൾ വരി എന്നിട്ട് ഇന്നാട് കൊണ്ടുപോകും. ഇതാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പം എന്താണ്? ഈ ഹയാ നഷ്ടപ്പെടുന്നതാണ്. അപ്പം ആ ഹയാ നഷ്ടപ്പെടാനും എന്ത് കാരണമാകും? നിങ്ങൾ കണ്ണ് താഴ്ത്തിയിട്ടില്ലെങ്കിൽ, ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യനല്ലാതാക്കി മാറ്റാൻ അത് കാരണം.
അന്ത്യനാളിൻ്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യം, ആഖിർ സമാനിൽ സ്ത്രീകളുടെ ലജ്ജ നഷ്ടപ്പെടും. പുരുഷൻ്റെ ആ വക്കാറ് നഹ്വത്ത് എന്നറിയും. എന്ന് പറഞ്ഞാൽ ആ ധീരത, ഒരു പുരുഷൻ എന്ന് കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, ഒരു വക്കാറുണ്ടാവില്ലേ, അത് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ സൗന്ദര്യം, മനഃശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്, നമ്മൾ സൗന്ദര്യം കണക്കാക്കൽ എങ്ങനെ, നല്ല കറുപ്പ് വെളുപ്പ് വെള്ളക്കോയിനെ പോലെ തക്കാളിനെ പോലെ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താ? സൗന്ദര്യം എന്ന് പറയുന്നത് എന്താ? പകുതിയും ലജ്ജയാണെന്ന. അതങ്ങട്ട് പോയാൽ ആ സ്ത്രീയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു എന്നാണ് മനഃശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പം അതും ഇതിന് കാരണമാകും എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ 3 വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ള ഹദീസിൽ അതിലൊരു വിഭാഗക്കാരാണ് മുദ്മിനുൽ ഖംറാൻ, നിത്യകുടിയൻ അല്ലേ, മുഴുകുടിയൻ. പിന്നെ രണ്ടാമത്തത് മറ്റൊന്ന് അതിലുള്ളത് ആണുങ്ങളെപ്പോലെ ആണുങ്ങളുടെ വേഷത്തിൽ നടക്കുന്ന സ്ത്രീകൾ എന്നാണ്. അതും എന്താണ്? അപകടമാണ്. അപ്പം പരലോകത്ത് നരകം വരെ ലഭിക്കാനുള്ള ഒരു കാരണമാണ് ഏത്? ഈ സ്ത്രീകൾ ആണുങ്ങളുടെ വേഷം കെട്ടുക, ആണുങ്ങൾ സ്ത്രീകളുടെ വേഷം കെട്ടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇമാം തബ്റാനി പറഞ്ഞ ഹദീസിൽ കാണാം, അന്നളുറ സഹ്മുൻ, മനുഷ്യന്റെ നോട്ടം എന്ന് പറയുന്നത് ഒരു അമ്പാണ്, സാധാരണ അമ്പല്ല. മിൻ സിആമി ഇബ്ലീസ് മസ്മൂം, വിഷം കുത്തിവെക്കപ്പെട്ട ഇബ്ലീസിന്റെ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് ഏത്? നോട്ടം എന്ന് പറയുന്നത്. മൻ തറക്കഹ മിൻ മഖാഫത്തി, ആരാണോ എന്നെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ നോട്ടത്തെ ഒഴിവാക്കുന്നത്, അബ്ദൽതുഹു ഈമാനൻ യജിദു ഹലാവത്തുഹു ഫി ഖൽബി, ആ നോട്ടത്തിന് പകരമായി അള്ളാഹു തആല അവൻ്റെ മനസ്സിൽ ഈമാൻ മാറ്റിത്തരും, അതിൻ്റെ ആ മാധുര്യം അവന് ലഭിക്കുന്ന. ഇവിടെ ഹദീസിൽ ഉപയോഗിച്ച ഒരു പദം വിഷം ചേർക്കപ്പെട്ട അമ്പ് എന്നാ. ഒരു അമ്പ് ഇപ്പോൾ തർച്ച എന്താ? ഒരു അമ്പ് പെങ്ങളിൻ്റെ മേത്തേക്ക് വിട്ടാൽ എന്താ ഉണ്ടാവുക? മുറിയാവും. ആ ഭാഗം നോക്കിയാൽ മതി, അവിടെയല്ലേ മുറിയാവുള്ളൂ. എന്നാ അമ്പിൽ വിഷം ഉണ്ടെങ്കിലോ? വിഷം ഉണ്ടെങ്കിൽ എന്താ? ശരീരത്തിൻ്റെ രക്തം പോണ എല്ലാ ഭാഗത്തേക്കും ബാധിക്കും അല്ലേ. ഒരു പാമ്പ് കടിച്ചാൽ എന്താ? വിഷപ്പാമ്പ് കടിച്ചാൽ എന്താ? കൊത്തിനോടത്ത് മാത്രം മുറിയാവുള്ളൂ? മുറി കുറച്ചേ ഉണ്ടാവുള്ളൂ. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും? പെട്ടെന്ന് അതിൻ്റെ വിഷം എത്തും. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ നോട്ടം കൊണ്ട്, ഒരു വേണ്ടാത്ത ഒരു സ്ഥലത്തേക്കുള്ള ഒരൊറ്റ നോട്ടം കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ആ വിഷം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം വെറുതെ പറഞ്ഞതല്ല. എന്താ? ഖുൽ ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അദ്കാ ലഹും, അതാണ് നിങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും ഏറ്റവും ഉത്തമമായ ജീവിതത്തിന് പരിശുദ്ധമായിട്ടുള്ളത്. പിന്നെന്താ ആയത്ത് പഠിപ്പിക്കണത്? വല്ലാഹു ഓതിയാണ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നൂൻ. ഈ ആളുകൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നവനാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക.